അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നല്ല അടിപൊളി നീമിൻ്റെ സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഈ നീം സോപ്പിന് ഒത്തിരി ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തത് നമ്മുടെ ഫേസിലുണ്ടാകുന്ന പിമ്പിൾസിനും ഈ കറുത്ത പാടിനും അപ്പോൾ അതിനൊക്കെ ഈ നീം സോപ്പ് നമുക്ക് ഒത്തിരി യൂസാണ് കേട്ടോ. ഇപ്പോൾ നല്ല ഒത്തിരി ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചൂട് സമയത്ത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ചൂട് കുരുകളും എന്താ പറയുക മറ്റോ സ്കിൻ ഇൻഫെക്ഷൻസ്, അലർജി പോലെയുള്ള സംഭവങ്ങളൊക്കെ മാറ്റാൻ നമ്മുടെ ഈ നീം സോപ്പ് നമ്മളെ വളരെ അധികം സഹായിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ച് വളരെ എളുപ്പത്തിൽ തന്നെ എങ്ങനെയാണ് വീട്ടിൽ നീം സോപ്പ് ഉണ്ടാക്കുകയെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നീമിൻ്റെ സോപ്പ് മാത്രമല്ല ക്യാരറ്റ്, ബീട്രൂട്ട് പോലുള്ള എല്ലാ സോപ്പുകളും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ കൂടുതൽ പറഞ്ഞ് വെറുപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ നമ്മുടെ നീം സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യമായ സാധനങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം എന്തെടുക്കുന്നത് വെച്ചാൽ സോപ്പ് ബേസാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സോപ്പ് ബേസ്. ഏകദേശം ഒരു 300 ഗ്രാം സോപ്പ് ബേസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ പീസാണ് നമുക്ക് കിട്ടിക്കുന്നത്. നമ്മൾ കുഞ്ഞു സ്മോൾ പീസസ് ആയിട്ട് കട്ട് ചെയ്യണം. പിന്നെ വിറ്റാമിൻ ഇ ടാബ്ലറ്റ് ഉണ്ട്, പിന്നെ വേപ്പുണ്ട്, പിന്നെ കറ്റാർവാഴയുണ്ട്. കറ്റാർവാഴയും വേപ്പും നമ്മൾ നന്നായി വാഷ് ചെയ്ത് ഉണക്കിയെടുത്താണ് കേട്ടോ. ഉണക്കിയെടുക്കുക വെച്ചാൽ അതിന് വെള്ളമില്ലാതെ എടുക്കണം, വെള്ളത്തോടെ എടുക്കാൻ പാടില്ല, അപ്പോൾ കേടുവന്ന് പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഗ്ലിസറിനും ഉണ്ട്, നമുക്ക് ആവശ്യത്തിനുള്ള ഒരു ഫ്രാഗ്രൻസ് ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ള ഫ്രാഗ്രൻസ് എടുക്കാം. ഇതൊക്കെയാണ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട സാധനങ്ങൾ. അപ്പോൾ നമ്മുടെ സോപ്പ് ബേസിന് നമ്മൾ കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ കുഞ്ഞു പീസായി കട്ട് ചെയ്യണത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ സോപ്പ് ബേസ് എളുപ്പം മെൽട്ടായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയ പീസായിട്ട് മാറ്റുന്നത്. പിന്നെ നമ്മുടെ നീമും ആലോവേരയും കൂടെ നമ്മളിട്ടിട്ട് നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. നമ്മളൊന്ന് ശ്രദ്ധിക്കുക, നമ്മളൊരു തുള്ളി വെള്ളം പോലും ആഡ് ചെയ്യാതെയാണ് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കറ്റാർവാഴ ഇട്ടത് കൊണ്ട് തന്നെ നമ്മളിവിടെ ഒരു പിടി വേപ്പും ഒരു കറ്റാർവാഴ എടുത്തിരിക്കണം. അപ്പോൾ ഈ വേപ്പ് അരിയാൻ പാകത്തിനുള്ള ഒരു വാട്ടർ അല്ലെങ്കിൽ ആ ജെല്ല് ആ കറ്റാർവാഴയിൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എക്സ്ട്രാ വെള്ളം കാര്യങ്ങളൊന്നും ചേർക്കണില്ല. അപ്പോൾ വെള്ളം ചേർക്കാതിരിക്കണതാണ് നല്ലത്. അപ്പോൾ നമ്മുടെ സോപ്പ് ഒരുപാട് നാൾ കെമിക്കലോ പ്രിസർവേറ്റീവ്സോ ഒന്നും ചേർക്കാതെ കേടുകൂടാതെ നിൽക്കാനായിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ നീമിൻ്റെയും കറ്റാർവാഴൻ്റെയും പേസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സോപ്പ് ബേസ് മെൽറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെയാണ് കേട്ടോ മെൽറ്റ് ചെയ്തെടുക്കുന്നത്. സോപ്പ് മെൽട്ടാവുന്ന സമയം കൊണ്ട് നമുക്ക് അരച്ച് വെച്ച ആ പേസ്റ്റിനെ നന്നായി പിഴിഞ്ഞായിട്ട് ആ ഒരു ഇങ്ങനെയൊക്കെ അത് കണ്ടോ, ഈ ഒരു വാട്ടർ മാത്രം നമുക്ക് ആ നീമിൻ്റെയും കറ്റാർവാഴൻ്റെയും ആ ഒരു വാട്ടർ മാത്രം നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ആ വേസ്റ്റായ ഒരു ചെണ്ടയൊക്കെ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി നീമിൻ്റെ ജ്യൂസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ടാണ് നമ്മുടെ നീം സോപ്പ് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ സോപ്പ് ബേസ് അവിടെ മെൽട്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇടയിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കിയൊക്കെ കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ സോപ്പ് ബേസൊക്കെ ഏകദേശം മെൽട്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ റെഡിയാക്കി വെച്ച ആ നീമിൻ്റെയൊക്കെ ആ ഒരു ജ്യൂസിലോട്ട് നമ്മൾ ബാക്കി സംഭവങ്ങളൊക്കെ ചേർക്കാൻ പോകും കേട്ടോ. അപ്പോൾ നമ്മളൊരു ഏകദേശം 300 ഗ്രാം സോപ്പ് ബേസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 100 ഗ്രാമിൻ്റെ ആണെങ്കിൽ ഒരു 3 സോപ്പ് ഉണ്ടാക്കാം, 50 ഗ്രാമിൻ്റെ ആണെങ്കിൽ 6 സോപ്പ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ 300 ഗ്രാം സോപ്പ് ബേസിന് ഞാൻ ഏകദേശം 3 or 4 ഡ്രോപ്സാണ് വെജിറ്റബിൾ ഗ്ലിസറിൻ ഒഴിക്കുന്നത് കേട്ടോ. പിന്നെ അതിന് ശേഷം ഒരു വിറ്റാമിൻ ഇ ടാബ്ലറ്റ് ഒഴിച്ചു. അപ്പോൾ നമ്മൾ ഇപ്പോൾ തന്നെ നമ്മുടെ എന്താ പറയുക ഫ്രാഗ്രൻസ് ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ലാസ്റ്റാണ് ഫ്രാഗ്രൻസ് ചേർക്കുക. ബാക്കി നമ്മൾ ഗ്ലിസറിനും വിറ്റാമിൻ ഇ ടാബ്ലറ്റ് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ സോപ്പ് ബേസ് നന്നായി മെൽറ്റ് ചെയ്ത് വെള്ളം പോലെ ആവുന്ന ആ സമയത്ത് നമ്മുടെ ഈ ഒരു ജ്യൂസ് സോപ്പ് ബേസിലോട്ട് നന്നായി ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നന്നായി ശ്രദ്ധിക്കുക, ഒരുപാട് നേരം അല്ലെങ്കിൽ ഒരുപാട് ഫോഴ്സിൽ ഇട്ടിട്ട് ഇങ്ങനെ കറികളൊക്കെ ഇളക്കുന്നത് പോലെ നന്നായി ഇളക്കാതിരിക്കുക. നമ്മൾ ഒരുപാട് നേരം ഇങ്ങനെ ഇട്ട് ഇളക്കുന്ന സമയത്ത് നമ്മുടെ സോപ്പ് ബേസ് എന്താണെന്ന് വെച്ചാൽ പതഞ്ഞു പോകും. അതായത് നമ്മുടെ സോപ്പ് ബേസിൽ ഇത് കണ്ടോ, ഈ സൈഡിൽ കുഞ്ഞു ബബിൾസ് ഉണ്ടോ. അപ്പോൾ നമ്മളത് ഒരുപാട് സ്പീഡിൽ ഇളക്കുകയാണെങ്കിൽ നന്നായി വന്നു പോകും. അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടവിട്ട് ഇളക്കുക. അപ്പോൾ നന്നായിട്ട് നമ്മൾ ഈ ഒരു ജ്യൂസ് ഇട്ട് കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റോളം നന്നായിട്ട് ചൂടാൻ വെക്കട്ടോ. അപ്പോൾ നന്നായിട്ട് ഒത്തിരി നന്നായി ചൂടായി വരണം.
പിന്നെ അതിനുശേഷം നമ്മൾ എടുത്തിട്ടുള്ള മോൾഡ്, ഇത് 100 ഗ്രാമിൻ്റെ മോൾഡാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മോൾഡ് ഇല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങൾ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ സോപ്പ് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ സോപ്പ് ബേസ്, നമ്മുടെ ഈ സോപ്പ് ഉണ്ടാക്കുന്ന ആ ഒരു സംഭവം നമ്മൾ അടുപ്പിൽ നിന്ന് ഇറക്കിയ ഉടനെ തന്നെ, ഒട്ടും ചൂടാറാതെ തന്നെ, ചൂടോട് കൂടി തന്നെ നമ്മുടെ മോൾഡിൽ ഒഴിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചാൽ തന്നെ അത് സെറ്റായി പോകും. അപ്പോൾ പിന്നെ നമുക്കത് കട്ടയായിട്ടാണ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ സോപ്പ് ശരിയാവില്ല. അപ്പോൾ നമ്മൾ അടുപ്പിൽ നിന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത ഉടനെ തന്നെ നമ്മുടെ സോപ്പ് മോൾഡിലോട്ട് നമ്മൾ ചേർക്കുക. അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മൾ ഫ്ലെയിം ഓഫാക്കുന്നതിൻ്റെ അല്പം നേരം മുമ്പാണ് നമ്മുടെ ഫ്രാഗ്രൻസ് ചേർക്കണം. നമ്മൾ സോപ്പ് ബാക്കി സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് നന്നായി ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഫ്ലെയിം ഓഫ് ചെയ്യുന്ന ആ ഒരു സമയത്ത് ഒരു മൂടി, ഒരു 3 or 4 ഡ്രോപ്സ് അത്രേ വേണ്ടുള്ളൂ നമുക്ക്. അല്ലെങ്കിൽ നമ്മുടെ മണത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഫ്രാഗ്രൻസ് ആഡ് ചെയ്യാം. ഒരു ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇതുപോലെ മോൾഡിലിട്ട് ഒരു 3-4 hours നമുക്ക് സെറ്റ് ചെയ്യാൻ എടുക്കാം കേട്ടോ. ഏകദേശം ഒരു 3-4 മണിക്കൂറിന് ശേഷം നമ്മുടെ സോപ്പ് റെഡി ആയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു 3 അല്ലെങ്കിൽ 4 മണിക്കൂർ നമുക്ക് സോപ്പ് സെറ്റാകാൻ വേണ്ടി വെക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ സോപ്പ് അത്ര ഹാർഡാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ സോപ്പ് മോൾഡിൽ നിന്നും സോപ്പ് ഡീമോൾഡ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ ഇതുപോലെയുള്ള ഒരു കവർ കൊണ്ട് നമ്മുടെ സോപ്പ് കവർ ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഫ്രാഗ്രൻസ് നഷ്ടപ്പെട്ടു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സോപ്പ് മോൾഡിൽ നിന്നും എടുത്ത ഉടനെ തന്നെ ഇതുപോലെ കവർ ചെയ്ത് വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ നീം സോപ്പ് ഉണ്ടാക്കുന്ന ആ പരിപാടി. വളരെ സിമ്പിളാണ് കേട്ടോ. അതുപോലെ ഒരുപാട് എക്സ്പെൻസീവ് ഒന്നുമല്ല, നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം. ഇതേപോലെ നമുക്ക് എല്ലാ സോപ്പും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.